പെട്രോൾ പമ്പുകളുടെ ലൈസൻസ് പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പമ്പുടമകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം ജനജീവിതം കൂടുതൽ താറുമാറാക്കുകയാണ്. ഓയിൽ കമ്പനികളുടെ നിയന്ത്രണത്തിലുള്ളതും സപ്ലൈകോയുടെ പമ്പുകളും മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. വിവിധ സുരക്ഷാ ലൈസൻസുകൾക്കായി 3.5 ലക്ഷം രൂപ ഫീസായി സർക്കാരിന് നൽകണമെന്ന വ്യവസ്ഥയ്ക്കെതിരെയാണ് പമ്പുടമകൾ സമരം നടത്തുന്നത്. പെട്രോൾ പമ്പുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടത് സംസ്ഥാനമൊട്ടാകെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കമ്പനികൾ നേരിട്ട് നടത്തുന്ന ചുരുക്കം ചില പമ്പുകളെ ഓരോ ജില്ലകളിലുമുള്ളൂ. വലിയ തോതിലുള്ള തിരക്കാണ് ഇന്ധനം നിറയ്ക്കാൻ ഈ പമ്പുകളിൽ അനുഭവപ്പെടുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ നഗരത്തിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നുണ്ട്. എല്ലാ പമ്പുകളും തുറന്നിട്ടില്ലല്ലോ, മുടക്കാനല്ല. അതുകൊണ്ട് ഇവിടെയാണ് വന്നത്. വേറെ സ്ഥലത്ത് ഡീസൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് അടിക്കുന്നത്. നിയമപരമായ വ്യവസ്ഥകൾ അംഗീകരിച്ച് എണ്ണ കമ്പനികളാണ് നിലവിൽ പമ്പുടമകൾക്ക് ലൈസൻസ് എടുത്തു നൽകുന്നത്. ഇന്ത്യയിലാകമാനം ഒരേ കമ്മീഷൻ വ്യവസ്ഥയാണ് പെട്രോൾ വിൽപ്പനയ്ക്കുള്ളതെന്നിരിക്കെ കേരള സർക്കാരിന്റെ പുതിയ ലൈസൻസ് ഫീസ് നൽകാനാവില്ലെന്ന നിലപാട് കമ്പനികളും പമ്പുടമകളും എടുത്തതാണ് പ്രശ്നം. ഓരോ വർഷവും വൻതുക ലൈസൻസ് ഫീസ് നൽകാനാവില്ലെന്ന നിലപാടിലാണ് പമ്പുടമകൾ. കേരളത്തിലെ മുഴുവൻ പമ്പുടമകളുടെയും ലൈസൻസ് തുക ഏകദേശം 6.5 കോടി രൂപ വരും. അത് മുടക്കാനാവില്ലെന്ന് കമ്പനികളും തീരുമാനമെടുത്തു. ചർച്ചകളിൽ സമവായത്തിലെത്താൻ വൈകുന്തോറും അത് വിലക്കയറ്റമടക്കമുള്ള വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കും. കൊച്ചിയിൽ നിന്നും ലിജോ വർഗീസ്, മീഡിയ 1.